ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു 2 ആഴ്ച മുന്നേ ഒരു ഓർഗനൈസേഴ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പാർട്ട് 1 ആണെന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏകദേശം 15 ഓർഗനൈസേഴ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും സൂപ്പർ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ കൂടുതൽ പേരും വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്കും കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഈ ഒരു ഓർഗനൈസറാണ്. ഇത് 6 എണ്ണം വരുന്നൊരു സെറ്റായിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ സോക്സ്, അണ്ടർവെയർസ്, പിന്നെ ക്ലോത്ത് ക്ലിപ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇത് 5 പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് കിച്ചണിലാണെങ്കിൽ കിച്ചൺ ക്ലോത്തൊക്കെ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 327 രൂപയാണ് 5 എണ്ണത്തിന് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് ഞാൻ IKEA എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ആമസോണിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു ട്രേ ആണ്. ഇത് സെക്ഷനിലാണ് നിൽക്കുന്നത്. സിങ്ക് ഏരിയ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു മസാല ബോക്സാണ്. ഇത് ഞാൻ മീഷോന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഇതുപോലെ 7 കണ്ടെയ്നേഴ്സ് വരുന്നുണ്ട്. കൂടെ തന്നെ ഒരു സ്പൂണും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഗോൾഡൻ കളറിലാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് 734 റുപ്പീസാണ് കേട്ടോ. മസാല പൗഡേഴ്സ് ആണെങ്കിലും സ്പൈസസ് ആണെങ്കിലും ഇതുപോലെ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒന്ന് ഞാൻ മുമ്പേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് മീഷോന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് വൈറ്റ് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മസാല പൗഡേഴ്സാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മഞ്ഞപ്പൊടി ഇട്ട് വെച്ച കണ്ടെയ്നറിൻ്റെ കറ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം അടിപൊളിയാണ് കേട്ടോ. ഇനി അടുത്ത പ്രോഡക്റ്റ് കാണിക്കുന്നത് ഈ ഒരു സ്പാച്ചുല ഹോൾഡറാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയി വിചാരിക്കുന്നു ഇതുപോലെ നല്ല ഹൈറ്റുള്ള ഒരു ഹോൾഡർ വാങ്ങിക്കണം എന്നുള്ളത്. കാരണം നമ്മുടെ വലിയ സ്പാച്ചുലാസൊക്കെ വെക്കാനായിട്ട് എൻ്റെ ഇതുപോലത്തെ ഒരു ഹോൾഡർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഇത് 403 റുപ്പീസിനാണ് വാങ്ങിച്ചത് കേട്ടോ. ഇത് മെറ്റലാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് 99 എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറെ കളേഴ്സും അവൈലബിൾ ആണ്, യെല്ലോ, ലൈറ്റ് ബ്ലൂ ഒക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു സ്പൂൺ, ഫോർക്കൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ഹോൾഡറാണ്. അപ്പോൾ ഇതെല്ലാം വുഡാണ് മെറ്റീരിയൽ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് വരുന്നത് മെറ്റലാണ് കേട്ടോ. അകത്ത് അത്ര വലിയ ഫിനിഷിംഗ് ഇല്ല, പക്ഷെ പുറത്ത് നല്ല ഫിനിഷിംഗ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒന്നിൽ ഫോർക്കും, ഒന്നിൽ സ്പൂണും, ഒന്നിൽ സ്റ്റീൽ സ്ട്രോയുമാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഫ്രിഡ്ജ് ട്രേ ആണ്. അപ്പോൾ ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സിമിലർ പ്രോഡക്റ്റ് നമ്മുടെ മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് ഡിമാർട്ടിൽ 69 റുപ്പീസാണ് കേട്ടോ ഒരു ട്രേക്ക്. ഇത് ഫ്രിഡ്ജ് ട്രേ ആണ്, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് വാനിറ്റി ഓർഗനൈസ് ചെയ്യാനായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറച്ച് റഫായിട്ടാണ് കേട്ടോ ഉള്ളത്. ബാക്കി എല്ലാവിടെയും നല്ല സ്മൂത്ത് ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ വൈറ്റും അവൈലബിൾ ആണ് കേട്ടോ അവിടെ. ഞാൻ ഇതുപോലത്തെ 3 ട്രേ ആണ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് കിച്ചണിൽ ഓയിൽ ബോട്ടിൽസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് കുട്ടികളുടെ ക്രീമും അങ്ങനെ മരുന്നുകളും ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ എൻ്റെ ഈ ഒരു കബേർഡിനകത്ത് ഇത് 3 കറക്റ്റ് സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി കാണിക്കുന്നത് ഈ ഒരു ഡ്രോയർ ഓർഗനൈസറാണ്. അപ്പോൾ ഇതിനകത്ത് 7 പീസാണ് വരുന്നത്. സൈസ് എല്ലാം സെയിം അല്ല, ചിലത് ഒരു ടൈപ്പ് ഉണ്ട്, ചിലത് വേറെയാണ്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് വന്നത് 359 റുപ്പീസാണ് കേട്ടോ. ഇത് നമുക്ക് കുട്ടികളുടെ സ്കെച്ചും ക്രയോൺസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും പിന്നെ മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാനും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ഓർഗനൈസറാണ് കേട്ടോ. ഇതിനകത്ത് 4 കമ്പാർട്ട്മെൻ്റാണ് ഉള്ളത്. ഇത് നമുക്ക് വാളിൽ ഹാങ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. ഇത് നമുക്ക് കുട്ടികളുടെ സ്കെച്ചും പെൻസിലും അങ്ങനെയുള്ളത് വെക്കാം, അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്റ്റ്സ് വെക്കാം, ബ്രഷസ് വെക്കാം, അങ്ങനെ ഒരുപാട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 167 റുപ്പീസാണ് കേട്ടോ. പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഞാനിതിനകത്ത് പെട്ടെന്ന് എടുക്കേണ്ട മരുന്നുകളാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. മൊത്തത്തിൽ നമ്മൾ വാനിറ്റി ഇതുപോലെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി കാണിക്കുന്നത് ഈ ഒരു ഓർഗനൈസറാണ്. ഇതിനകത്ത് 4 പീസാണ് കേട്ടോ വരുന്നത്. 2 എണ്ണം 3 എണ്ണം വരുന്ന സെറ്റും അവൈലബിൾ ആണ്. അപ്പോൾ 4 കളേഴ്സിലാണ് വരുന്നത്. ഓരോന്നിലും 5 കമ്പാർട്ട്മെൻറ്റാണുള്ളത്. ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ക്ലിപ്സും ഹെയർ ക്ലിപ്സ്, അതുപോലെ തന്നെ സേഫ്റ്റി പിൻ, ഇതുപോലുള്ളതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ കുട്ടികളുടെ സോക്സ്, അണ്ടർവെയർസ് അങ്ങനെയുള്ളതെല്ലാം നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 197 റുപ്പീസാണ് കേട്ടോ ഈ ഒരു സെറ്റിന്. പിന്നെ ഇതുപോലെ ഇങ്ങനെ മുകളിലായിട്ട് അടുക്കി വെക്കാനും പറ്റും കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ സോക്സാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ട്രേ സെറ്റാണ് കേട്ടോ. ഇതും മീഷോന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് 2 എണ്ണം വരുന്നൊരു സെറ്റായിട്ടാണ്. ഇതുപോലെ 2 സൈഡിലും ഹാൻഡിൽ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റബിൾ ട്രേ ആണ്. നമുക്ക് എത്ര കമ്പാർട്ട്മെൻറ്റ് വേണോ അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. 3 കമ്പാർട്ട്മെൻറ്റ് വേണമെങ്കിൽ അങ്ങനെയും, 2 എണ്ണം വേണമെങ്കിൽ അങ്ങനെയും, 1 എണ്ണം മാത്രം മതിയെങ്കിൽ അങ്ങനെയും ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 278 റുപ്പീസാണ് കേട്ടോ ഈ 2 ട്രേക്ക്. ഇത് നമുക്ക് ഫ്രിഡ്ജ് ഓർഗനൈസറായിട്ടും യൂസ് ചെയ്യാം. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ട്രേ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് മീഷോയിൽ അവൈലബിൾ ആണെങ്കിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര പ്രീമിയം ലുക്ക് വരുന്ന ഒരു ഓർഗനൈസറാണ്. ഇതിൻ്റെ പ്രൈസാണ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. 129 റുപ്പീസാണ് കേട്ടോ ഈ ഒരു ട്രേക്ക്. ഇതിൻ്റെ പാറ്റേൺ ആണെങ്കിലും ഇതിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ള ആ ഗോൾഡൻ കളറാണെങ്കിലും നല്ല പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്വാളിറ്റി വൈസ് നോക്കുന്ന സമയത്ത് അത്രയ്ക്ക് ബലമുള്ള പ്ലാസ്റ്റിക് അല്ല ഇത്. നമുക്കിതുപോലെ സ്പാച്ചുല ഹോൾഡറും അല്ലെങ്കിൽ ഒരു വെയ്സും ഒക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ തന്നെ ചെറുതായിട്ടുള്ള ഈ ഒരു ട്രേസും ഞാൻ ഡിമാർട്ടിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൈസ് 99 റുപ്പീസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച 2 ട്രേ ആണിത്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ക്രീമും കാര്യങ്ങളും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരെണ്ണത്തിൽ മോളുടെ ഹെയർ ബാൻഡൊക്കെയാണ് വെച്ചിട്ടുള്ളത്. മൊത്തത്തിൽ നമ്മളുടെ വാനിറ്റി ഈ കുറച്ച് ഓർഗനൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര നീറ്റായിട്ടാണ് എപ്പോഴും ഇരിക്കാറ്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു മെറ്റൽ ഓർഗനൈസറാണ്. ഇത് ഗോൾഡൻ കളറിലാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ബ്ലാക്കും അവൈലബിൾ ആയിരുന്നു. ഞാൻ ഗോൾഡൻ ആണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് നമുക്ക് ബുക്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ഡെക്കർ പർപ്പസിനായിട്ട് ഇതുപോലെയൊക്കെ വെക്കാനായിട്ടൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 449 റുപ്പീസാണ്. നമുക്ക് ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ബുക്സൊക്കെ ഓർഗനൈസ് ചെയ്ത് സ്റ്റഡി ടേബിളിൽ വെക്കാനായിട്ടും ഒക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ.
അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ജൂട്ട് ബാസ്ക്കറ്റിൻ്റെ ഒരു സെറ്റാണ്. ഇതിനകത്ത് 3 ബാസ്ക്കറ്റാണ് വരുന്നത്. 3ഉം വേറെ വേറെ സൈസിലാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3 285 രൂപയാണ്. സൈഡിൽ ഇതുപോലെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്, ഹാൻഡിൽ പോലെ. ഞാനിത് ഇതുപോലെ മെഡിസിൻ ബോട്ടിൽസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത പ്രോഡക്റ്റ് കാണിക്കുന്നത് ഈ 3 ബാസ്ക്കറ്റ് വരുന്നൊരു സെറ്റാണ് കേട്ടോ. ഇത് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത് ഡെക്കർ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇട്ട് വയ്ക്കാനും യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 687 റുപ്പീസാണ്. മെറ്റീരിയൽ ബാംബു ആണ് കേട്ടോ. ഈ വലിയ ബാസ്ക്കറ്റ് ഞാൻ ഫ്രൂട്ട്സ് ഇടാനാണ് ഉപയോഗിക്കാറ്. ബാക്കി 2 ഞാൻ ഇതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വയ്ക്കാനാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണിക്കുന്നത് ഈ ഒരു മഗ് ഓർഗനൈസറാണ്. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസാണ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത്. 148 റുപ്പീസിനാണ് ഞാനിത് വാങ്ങിച്ചത്. ഇതിനകത്ത് നമുക്ക് 12 മഗ്സ് അറ്റ് എ ടൈം ഹാങ് ചെയ്യാൻ പറ്റും. ഭയങ്കര സ്റ്റേബിളാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ 12 കപ്സും ഹാങ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നല്ല സ്റ്റേബിളായിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ഈ ഒരു ഓർഗനൈസർ എനിക്ക് ക്രോക്കറി ഷെൽഫിൽ മഗ്സ് ഓർഗനൈസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കുറേ സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും വാങ്ങിക്കേണ്ട ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ് ഈ ഒരു പാർട്ട് 2ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.